നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കൊല്ലവർഷം 1200 ആണ്ട് മേടമാസം 1-ാം തീയതി, അതായത് 14/4/2025 കൃഷ്ണപക്ഷ പ്രഥമയും തിങ്കളാഴ്ചയും ചോതി നക്ഷത്രവും വരുന്ന ദിവസം, അതായത് 1947 ചൈത്രമാസം 24-ാം തീയതി ഉത്തരായന കാലം വസന്ത ഋതുവിൽ സൂര്യോദയം 6:19 AM-നും സൂര്യാസ്തമനം 6:32 PM-നും രാഹുകാലം 7:50 മുതൽ 9:21 വരെയും ഗുളികകാലം 1:56 മുതൽ 3:28 വരെയും യമകണ്ഠകാലം 10:53 മുതൽ 12:25 വരെയുമാണ്. അഭിജിത്ത് മുഹൂർത്തമാകട്ടെ 12:01 PM മുതൽ 12:23 PM വരെയും 12:27 PM മുതൽ 12:49 PM വരെയും ആകുന്നു. ചന്ദ്രാഷ്ടമം മീനക്കൂറുകാർക്ക്. കേരളീയരുടെ വളരെ പ്രാധാന്യമുള്ള വിഷു ദിനമാണ്. എല്ലാവരും വെളുപ്പിനെ 3:21 സൂര്യൻ മീനൻ രാശിയിൽ നിന്നും മേടം രാശിയിലേക്ക് സംക്രമിക്കുന്നത്. ഈ ദിവസം ഈ സമയത്ത് എല്ലാവരും ഭഗവാനെ, ശ്രീകൃഷ്ണ ഭഗവാനെ കണി കാണുന്നത് വളരെ ഉത്തമമാണ്. എല്ലാവിധ കണിയൊരുക്കങ്ങളും നടത്തി ഭഗവാനെ കണ്ട് എല്ലാ സന്തോഷവും അനുഭവിക്കുക, സർവ്വ ഐശ്വര്യങ്ങളും അനുഭവിക്കുന്നതിനുള്ള ദിവസമാണ്. എല്ലാ വിളകളും, അതായത് ചക്ക, മാങ്ങ, മുരിങ്ങക്ക, വെള്ളരിക്ക, കണിവെള്ളരി, അഷ്ടമംഗല്യം, അതുപോലെ തന്നെ പൂക്കള്, നാളികേരമുറി, ദീപം കൊളുത്തിയിട്ട് എല്ലാം വെച്ചുകൊണ്ടുള്ള ആ ഒരു ഉണക്കലരി, ഇതൊക്കെ വെച്ചിട്ട് ഗ്രന്ഥക്കെട്ട്, അഷ്ടമംഗല്യം പറയുമ്പോൾ എല്ലാം ഉണ്ടല്ലോ, ഇതെല്ലാം വെച്ച് ശ്രീകൃഷ്ണ വിഗ്രഹത്തിന് മുന്നിലായി ഇതെല്ലാം വെച്ച് നെയ്ദീപം തെളിച്ച് തേങ്ങാദീപമൊക്കെ തെളിച്ച് ഭഗവാനെ കാണുമ്പോൾ ഉണ്ടാകുന്ന ആ പ്രഭയിൽ ഭഗവാനെ കാണുമ്പോൾ ഈ ഒരു വർഷം മുഴുവനും, ഈ വിഷു തൊട്ടിട്ട് അടുത്ത വിഷു വരെയുള്ള ഒരു വർഷക്കാലം എല്ലാ സമ്പത്തും സർവ്വ ഐശ്വര്യങ്ങളും നിലനിന്ന് കിട്ടുമെന്നാണ് എല്ലാവരുടെയും വിശ്വാസം. അതേ തുടർന്നുകൊണ്ട് വിഷു കൈനീട്ടമുണ്ട്, വിഷു കഞ്ഞി വയ്ക്കും, വിഷുവിന് പുഴുക്കുണ്ടാക്കും, അങ്ങനെ ഓരോ തരം ആഘോഷങ്ങളാണ്. പിന്നെ 3 മണിക്ക് കണി കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ പടക്കം പൊട്ടിക്കൽ, പൂത്തിരി, കമ്പിത്തിരി ഒക്കെയുള്ള വർണ്ണാഭമായ ആ ഒരു ആഘോഷമാണ് വിഷു. അപ്പൊ ഈ വിഷു ദിനം എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വിഷുഫലം എന്ന് നമുക്കൊന്ന് നോക്കാം. ഈ വിഷു ദിനത്തിൽ 27 നക്ഷത്രക്കാർക്കും, അതായത് 12 രാശിക്കാർക്കും എന്തെല്ലാം ഗുണഫലങ്ങളാണ് ഉണ്ടാകുന്നത്, ഐശ്വര്യപൂർണമായ വിഷുവിൻ്റെ ആ ഒരു സന്തോഷം എങ്ങനെ നമുക്ക് മറ്റുള്ളവരോട് പങ്കുവയ്ക്കാം, അവരിൽ നിന്ന് എന്തൊക്കെ സന്തോഷാനുഭവങ്ങൾ നമുക്ക് ലഭിക്കും, കർമ്മരംഗത്ത് എന്തൊക്കെ ഇതാണ് ഉണ്ടാവുക, എല്ലാം നമുക്കൊന്ന് നോക്കാം. ആദ്യം രാശിചക്രം ഒന്ന് പരിശോധിക്കാം. സൂര്യൻ മേടൻ രാശിയിലും ചന്ദ്രൻ നിൽക്കുന്നത് തുലാരാശിയിലാണ്. ചോതി നക്ഷത്രമായതുകൊണ്ട് തുലാരാശിയിലാണ്. ചൊവ്വ കർക്കിടകം രാശിയിൽ, ബുധൻ മീനം രാശിയിൽ, ഗുരു ഇടവത്തിൽ, ശുക്രൻ മീനത്തിൽ തന്നെ, മന്ദനും മീനത്തിൽ തന്നെ, സർപ്പി മീനത്തിൽ, പിന്നെ കേതു കന്നിയിൽ. ഉദയം വന്നിരിക്കുന്നത് മേടൻ രാശിയിലാണ്. പിന്നെ ഗുളികോദയം വന്നിരിക്കുന്നത് ചിങ്ങൻ രാശിയിലാണ്. അപ്പൊ ഈ രാശിചക്ര പ്രകാരമുള്ള വിഷുഫലം നമുക്കൊന്ന് നോക്കാം. ഒരു വർഷത്തെ ഫലമല്ല, ഈ വിഷു ദിവസത്തെ ഫലമാണ് പറയുന്നത്. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷം വരുന്ന ദിവസമാണ്. എല്ലാവർക്കും സന്തോഷം വരുന്ന ദിവസമാണ്. എന്നിരുന്നാൽ പോലും ആരോഗ്യസ്ഥിതി വളരെ ശ്രദ്ധിച്ച് നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ ഉദരരോഗങ്ങളൊന്നും വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉറക്കം നിന്ന് പടക്കമൊക്കെ പൊട്ടിച്ച് സന്തോഷമൊക്കെ ആഘോഷിക്കുമ്പോൾ അസ്വാസ്ഥ്യങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പണച്ചിലവുകളൊക്കെ വർദ്ധിക്കുന്നതാണ്. വിഷുവിന് വിരുന്നുകൾ, പിന്നെ കൈനീട്ടം, അങ്ങനെയൊക്കെ കുറച്ച് ചിലവുകളൊക്കെ വരുന്ന ദിവസമാണ്. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും സർവ്വ ഐശ്വര്യവും നിലനിന്ന് കിട്ടുന്ന ദിവസമാണ്.
സാമ്പത്തിക സ്ഥിതി മെച്ചമായിരിക്കും. കാരണം അങ്ങോട്ട് കൊടുക്കുന്നതിൽ ഇരട്ടി ഇങ്ങോട്ട് വന്നു ചേരുവാനുള്ള ഒരു സാഹചര്യം കൂടി ഈ ഇതിലെ ഗ്രഹനില പ്രകാരം കാണുന്നുണ്ട്. വ്യാഴം രണ്ടാമിടത്ത് നിൽക്കുന്നതുകൊണ്ട് സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരും. പണമിടപാട് രംഗത്ത് സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. കുടുംബ സ്വത്തിൻ്റെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനങ്ങളൊക്കെ ഉണ്ടാകും. ആത്മസുഹൃത്തുക്കളിൽ നിന്നും സഹായമൊക്കെ ലഭിക്കുന്ന ദിവസമാണ്. സർക്കാർ ആനുകൂല്യങ്ങൾ വേഗത്തിൽ ലഭിക്കുന്നതിനുള്ള സാധ്യതയും തെളിഞ്ഞു വരും. പുതിയ വാഹനം വാങ്ങണോ എന്നൊക്കെയുള്ള ഒരു ആലോചന ഉണ്ടാകുന്ന ദിവസവുമാണ്. പൊതുജനങ്ങളുമായി ഐക്യത്തിലെത്തുന്നതിന് ഉള്ള സാഹചര്യം വന്നു ചേരും. സന്താനങ്ങളുടെ ആലോചനകളെ കുറിച്ച് ചിന്തിക്കും. കടബാധ്യതകൾ മാറ്റുന്നതിനുള്ള മാർഗങ്ങളും ആരായും. വിവാഹാലോചനകൾക്ക് തടസ്സം വന്നിട്ടുള്ളതിനാൽ ആ തടസ്സങ്ങളൊക്കെ മാറ്റി മുന്നോട്ട് പോകുന്നതിന് എന്ത് വഴിപാടാണ് കഴിക്കേണ്ടത്? സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കണോ? അതുപോലെ പുണ്ടരീപുരത്ത് വിഷ്ണു ഭഗവാന് വേളിയോത്ത് വഴിപാട് കഴിച്ചാൽ വിവാഹം നല്ല രീതിയിൽ നടക്കും. അപ്പം അതിനുള്ള പ്രാർത്ഥനകളൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. തിങ്കളാഴ്ച ആയതുകൊണ്ട് സോമവാര വ്രതം എടുക്കണമെന്നൊക്കെ പറയും. 30 തിങ്കളാഴ്ചയാണ് നല്ലൊരു ആഘോഷമുള്ള ദിവസം. വ്രതം എടുക്കണമെന്ന് പറയുന്നില്ല. എന്തായാലും ദുർഗാദേവിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച ഉമയെ മഹേശ്വരനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ മാംഗല്യ തടസ്സവും മാറിക്കിട്ടും. വിദേശയാത്രാ പരിശ്രമങ്ങളൊക്കെ വിജയിക്കും. തൊഴിൽ രംഗത്ത് കുറച്ചുകൂടി കാത്തിരുന്ന് എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കുവാൻ ശ്രമിക്കുക. പൊതുവെ പറഞ്ഞാൽ ഒരു സന്തോഷപൂർണമായ ഒരു ദിവസമാണ്. ഭക്ഷണ കാര്യത്തിൽ മാത്രം അല്പം ശ്രദ്ധ ആവശ്യമാണ്. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് ചെയ്തിരുന്നവർക്ക് അതിൽ നിന്നും ധന ലാഭം വന്നു ചേരുന്ന ദിവസമാണ്. അതുപോലെ തന്നെ സർക്കാർ ജീവനക്കാർക്ക് പ്രൊമോഷനൊക്കെയുള്ള അപേക്ഷയൊക്കെ സമർപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്ന ദിവസമാണ്. സ്ഥലമാറ്റത്തെക്കുറിച്ചുമൊക്കെ ആലോചിച്ച് അപേക്ഷ കൊടുക്കണോ എന്നൊക്കെ ഒരു തീരുമാനമുണ്ടാകുന്ന ദിവസമാണ്. രാഷ്ട്രീയ രംഗത്ത് പൊതുജന പിന്തുണ ലഭിക്കും. അതുപോലെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും. സാമ്പത്തിക സ്ഥിതി അല്പം മെച്ചപ്പെടുന്ന ദിവസമാണ്. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും. പണമിടപാട് രംഗത്ത് പണം വന്നു ചേരും. വിനോദയാത്രയ്ക്കും വിദേശയാത്രയ്ക്കുമൊക്കെ അവസരങ്ങൾ ഉണ്ടാകും. ബന്ധുജന ഗുണം പ്രതീക്ഷിക്കാം. വാഹന സംബന്ധമായ അല്പം പണച്ചിലവ് വരുന്ന ദിവസമാണ്. സന്താനങ്ങൾ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരുത്തും. അതൊന്നും അത്ര കാര്യമാക്കി എടുക്കണ്ട. അവരെയും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു നല്ല വിഷുദിനം ആഘോഷിക്കട്ടെ. അതിനുള്ള അവസരം അമ്മ തരട്ടെ. ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവങ്ങളൊക്കെ കുറഞ്ഞു കിട്ടുന്ന ദിവസമാണ്. കാര്യതടസ്സം അല്പസ്വല്പമൊക്കെ വരുമെങ്കിലും ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ തടസ്സങ്ങളും ഒഴിഞ്ഞു കിട്ടും. പൊതുജനങ്ങളിൽ നിന്ന് അനുകൂലമായ അഭിപ്രായമുണ്ടാകും. യാത്രാവേളകളിൽ സാമ്പത്തിക നേട്ടത്തിനുള്ളൊരവസരം വന്നു ചേരും. നഷ്ടപ്പെട്ടു പോയ സാധനങ്ങളൊക്കെ തിരികെ ലഭിച്ച് ആഘോഷപൂർണമായ ഒരു വിഷു ആഘോഷിക്കുന്നതിന് ഇടവൻ രാശിക്കാർക്ക് സാധിക്കട്ടെ. രാശിനാഥയായ മഹാലക്ഷ്മി സർവ്വ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യട്ടെ. കുടുംബ പരദേവതയ്ക്കു കൂടി ദീപം തെളിച്ച് പ്രാർത്ഥിക്കൂ. സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരും. ശ്രീകൃഷ്ണ ഭഗവാനെ കണി കാണുമ്പോൾ ഭഗവാന്റെ ആ ദിവ്യരൂപം മനസ്സിൽ പതിയുമ്പോൾ മനസ്സ് നിറയെ കൃഷ്ണ 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 എന്നുള്ള ആ വിളി ഭഗവാൻ അലിഞ്ഞു ചേർന്ന് നിങ്ങൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും നൽകും. കാത്തിരിക്കൂ. മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യസ്ഥിതി അല്പം നന്നായിരിക്കുന്ന സമയമാണ്. എന്നാൽ കൈവിഷദോഷമോ അല്ലെങ്കിൽ ഫുഡ് പോയ്സണൊന്നും വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ശാരീരികമായ അലട്ടുകൾക്ക് കുറേശ്ശെ മാറിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ധനാഗമ മാർഗങ്ങളെക്കുറിച്ച് പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യണം. സർക്കാർ ആനുകൂല്യങ്ങൾ വേഗത്തിൽ ലഭിക്കുന്നതിന് വേണ്ടി ഉള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യണം. ഗ്രഹനിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. വാഹന സംബന്ധമായ ദുരിതങ്ങൾ ഒഴിവാക്കുന്നതിനായി പ്രാർത്ഥിക്കുക. സന്താനങ്ങൾ മൂലം മനസ്സുഖം കുറയും. സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നതിനുള്ള അവസരം വന്നു ചേരും. മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങൾ പുനരാരംഭിക്കുന്നതിനുള്ള അവസരം വന്നു ചേരും. രോഗ ദുരിതങ്ങൾക്കൊക്കെ അല്പം ശമനം കണ്ടു തുടങ്ങുന്ന സമയമാണ്. ശത്രുക്കളിൽ നിന്നുള്ള ശല്യമൊക്കെ ഒഴിവായി കുടുംബത്തിൽ സന്തോഷവും സമാധാനവും കളിയാടും. അധീനത്താൽ വരാനിരിക്കുന്ന കഷ്ടതകൾ മുൻകൂട്ടി മനസ്സിലാക്കി കാര്യങ്ങൾ പ്ലാൻ ചെയ്യുവാൻ സാധിക്കും. ഉന്നതിക്കുള്ള വഴി കണ്ടെത്തും.
തടസ്സങ്ങൾ മാറി തൊഴിൽ രംഗത്ത് എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാവുന്നതിനായി രാശിനാഥനായ ശ്രീകൃഷ്ണ ഭഗവാനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ, മഹാലക്ഷ്മിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ, കുടുംബപരദേവതയുടെ അനുഗ്രഹത്താൽ, ദുർഗാദേവിയുടെ അനുഗ്രഹത്താൽ എല്ലാം മംഗളമായി ഭവിക്കും. കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അല്പം അനുകൂലമായ സാഹചര്യമാണ് വരുന്നത്. കാരണം രാശിനാഥയായ ദുർഗാദേവിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ, ഉമാമഹേശ്വര പൂജ ചെയ്യുമ്പോഴൊക്കെ എല്ലാവിധ ഐശ്വര്യവും വന്നു ചേരും. പണച്ചിലവുകൾ അല്പം വർദ്ധിക്കും. യാത്രയൊക്കെ ചെയ്യാനുള്ള യോഗം കാണുന്നുണ്ട്. സാമ്പത്തിക സ്ഥിതി മെച്ചമാകും. സുഹൃത്തുക്കളുമായിട്ട് കലഹത്തിനിടവരും. ആ സാഹചര്യം ഒഴിവാക്കുന്നത് നന്നായിരിക്കും. പുറമേ നിന്നുള്ള സഹായങ്ങൾ പലതും ലഭിക്കും. സന്തോഷാനുഭവങ്ങൾക്കിടയ്ക്കിടയ്ക്ക് തടസ്സം വരുമെങ്കിലും സന്തോഷം നിലനിർത്തി കൊണ്ടുപോകാൻ നന്നായി പരിശ്രമിക്കുക. ഗ്രഹനിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും. സന്താനങ്ങളുടെ എല്ലാവിധ അഭിവൃദ്ധിയിലും അവരോടൊപ്പം നിന്നുകൊണ്ട് ചിരിച്ചു കളിച്ച് ദിവസം ഏറ്റവും സന്തോഷപൂർണ്ണമാക്കാൻ ശ്രമിക്കണം. സന്തോഷം കണ്ടെത്താനുള്ള ഒരു അവസരവും നഷ്ടപ്പെടുത്തരുത്. എല്ലാ കാര്യങ്ങളിലും വിജയം പ്രതീക്ഷിക്കാവുന്നതാണ്. കടബാധ്യതകൾ തീർക്കുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കും. വിവാഹാലോചനകൾക്ക് തടസ്സം വരുമെങ്കിലും പുതിയ പദ്ധതികൾ, നല്ല രീതിയിൽ വിവാഹം നടക്കുന്നതിനായി പുതിയ കർമ്മ പദ്ധതികൾ തയ്യാറാക്കുക. അതുപോലെ തന്നെ കൂട്ടു ബിസിനസ് വിജയിക്കും. അപ്പം അതിൽ പുതിയ വഴി കണ്ടെത്തുന്നത് നന്നായിരിക്കും. വിദ്യാർത്ഥികൾക്ക് എല്ലാവിധ ഐശ്വര്യവും വന്നു ചേരുന്ന ദിവസമാണ്. സർക്കാർ ജീവനക്കാർക്ക് പ്രൊമോഷനൊക്കെയുള്ള അവസരം വരാനുള്ള സാധ്യതകളുണ്ട്. അതിനു വേണ്ടിയും പ്രാർത്ഥിക്കുക. രാഷ്ട്രീയ രംഗത്ത് ജനപിന്തുണ വർദ്ധിക്കും. പൊതുവെ പറഞ്ഞാൽ രാശിനേതിയായ ദുർഗാദേവിയുടെയും മഹാലക്ഷ്മിയുടെയും മഹാവിഷ്ണുവിൻ്റെയും ഒക്കെ അനുഗ്രഹത്താൽ ദിവസം ഐശ്വര്യപൂർണ്ണമായി തീരും. പരദേവതയുടെ അനുഗ്രഹം കൂടി തേടാവുന്നതാണ്. ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായ അലട്ടലുകൾ അല്പം വർദ്ധിക്കുന്ന സമയമാണ്. എല്ലാ ഭാരവും സ്വയം ഏറ്റെടുത്ത് ചെയ്യാൻ ശ്രമിക്കുന്നതുകൊണ്ട് കഷ്ടതകൾ വരുമെങ്കിലും എല്ലാം ഒരു നേതൃത്വം, ഇത് എൻ്റെ നേതൃത്വത്തിലാണ് ഇതൊക്കെ നടക്കുന്നതെന്ന് ഓർത്തുകൊണ്ട് അല്പം മനസ്സന്തോഷം അനുഭവിക്കാനുള്ള സാധ്യതകൾ വന്നു ചേരും. പണച്ചിലവുകൾ അല്പം വർദ്ധിക്കുന്ന സമയമാണ്. വിനോദയാത്രയ്ക്ക് അവസരം സംജാതമാകും. ഔദ്യോഗിക രംഗത്ത് സ്ഥാനമാനങ്ങൾ ലഭിക്കും. പുതിയ വാഹനം വാങ്ങുന്നതിന് അവസരം വന്നു ചേരും. വാഹന സംബന്ധമായ ദുരിതങ്ങൾ ഒഴിവാക്കാൻ പറ്റും. ഗ്രഹം ഓടി പിടിപ്പിക്കുന്നതിനോ ഗ്രഹം നിർമ്മിക്കുന്നതിനോ ഉള്ള സാഹചര്യം വന്നു ചേരും. ഗ്രഹത്തിൽ ബന്ധുജനങ്ങളുടെ സംഗമം ഉണ്ടാകും. സന്താനങ്ങൾ മൂലം മനസ്വസ്ഥത നഷ്ടപ്പെട്ടിരുന്നവർക്ക് അവർ വഴി വിജയം ആഘോഷിക്കുന്നതിനുള്ള, കുടുംബം സന്തോഷകരമാകുന്നതിനുള്ള ഒരു അവസരം വന്നു ചേരും. അവരെ അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. പരിശ്രമ ഫലങ്ങൾ, ഏത് രീതിയിലുള്ള പരിശ്രമവും വിജയിക്കുമ്പോൾ അർഹിക്കുന്ന അംഗീകാരം കൊടുക്കുവാൻ മറക്കരുത്. അപകട ദുരിതങ്ങളിൽ നിന്നും ഈശ്വരാനുഗ്രഹത്താൽ രക്ഷപ്പെടും. തൊഴിൽ രംഗം പുഷ്ടിപ്പെടും. ബിസിനസ്സിൽ സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. വിദേശയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരമാണ്. അവസരം വിനിയോഗിക്കുക. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂല സാഹചര്യം വന്നു ചേരും. പൊതുവെ അല്പം സന്തോഷവും സമാധാനവും സർവ്വ ഐശ്വര്യവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഈ ദിവസം ആരോഗ്യ പ്രതിസന്ധികൾ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകൂ. കുടുംബപരദേവതയുടെയും സൂര്യഭഗവാന്റെയും അനുഗ്രഹത്തോടെ എല്ലാം മംഗളമായി ഭവിക്കും. കന്നി രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശാരീരികവും മാനസികവുമായ ചെറിയ ചെറിയ അസ്വാസ്ഥ്യങ്ങൾ വരുമെങ്കിലും ഒന്നിനെയും പരിഗണിക്കാതെ വളരെ ഊർജ്ജസ്വലതയോടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മൂകാംബിക ദേവിയുടെ അനുഗ്രഹത്താൽ എല്ലാം മംഗളമായി തീരും. നിക്ഷേപതുല്യമായ ധന അനുഭവം വന്നു ചേരും. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും. കുടുംബസ്വത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടായിരുന്ന തർക്കങ്ങൾ പരിഹരിക്കപ്പെടും. വീട് നിൽക്കേണ്ടതായ സാഹചര്യം വരും. അതൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. വാഹനം വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമുള്ള സാഹചര്യം വന്നു ചേരും. സന്താനങ്ങളെ കൊണ്ട് എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കാനുള്ള യോഗം വന്നു ചേരുന്നു. സഞ്ചാരക്ലേശം വരാനുള്ള യോഗമുണ്ട്. ഒന്ന് ശ്രദ്ധിക്കുക. വിദേശയാത്ര പരിശ്രമങ്ങൾ സഫലീകരിക്കുന്നതാണ്. ബിസിനസ്സിൽ നഷ്ടം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവുകൾക്ക് അല്പം കൂടി കാത്തിരിക്കേണ്ടതായി വരും. രാഷ്ട്രീയ രംഗത്ത് പൊതുജന പിന്തുണ വർദ്ധിക്കുന്ന ദിവസമാണ്. തൻ്റെ കഴിവുകൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ കിട്ടുന്ന അവസരം പൂർണ്ണമായി വിജയിക്കുമ്പോൾ
രാശിനാഥയായ മൂകാംബിക ദേവിയുടെ അനുഗ്രഹം പൂർണ്ണമായി ലഭിക്കുന്നതാണ്. എല്ലാവിധ ഐശ്വര്യവും നിലനിർത്തി കൊണ്ടുപോകുവാൻ അമ്മയുടെ അനുഗ്രഹം പൂർണ്ണമായും ഉണ്ടാകട്ടെ. ത്രിശതി ജപിക്കുന്നത് വളരെ നന്നായിരിക്കും. ശ്രീകൃഷ്ണ ഭഗവാനെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ ദിവസം ഐശ്വര്യപൂർണമായി തീരുന്നതാണ്. തിങ്കളാഴ്ച ദിവസമായതുകൊണ്ട് ദുർഗാദേവിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ശ്രീകൃഷ്ണ ഭഗവാനെയും രാശിനാഥയായ മൂകാംബിക ദേവിയെയും മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ വിഷുദിനം ഏറ്റവും ഐശ്വര്യപൂർണമായി സർവസമ്പദ് സമൃദ്ധിയോടെ ഒരു പുതുവർഷം തന്നെയാണ്. കാരണം മേടം 1 മുതൽ ശരിക്കും മീനം ലാസ്റ്റ് വരെയുള്ള ദിവസം നമ്മൾ ശരിക്കും ഒരു പുതുവർഷം പോലെ തന്നെയാണ് ആഘോഷിക്കുന്നത്. കാർഷിക വിളകളും എല്ലാ സമ്പത്തും എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്ന, സാമ്പത്തികമായ എല്ലാ ഉന്നതയും വന്നു ചേരുന്ന ഒരു പുതുവർഷത്തിൻ്റെ തുടക്കമായിട്ട് തന്നെ ഈ മേടപ്പുലരിയെ നമുക്ക് കാണാം. എല്ലാ സന്തോഷവും വന്ന് അനുഭവിക്കുവാൻ കന്നിരാശിക്കാർക്ക് സാധിക്കട്ടെ. എല്ലാം മംഗളമായി ഭവിക്കട്ടെ. തുലാരാശി, ഇവരെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള ധനലാഭം പ്രതീക്ഷിക്കാം. കുടുംബപരമായി സമാധാനവും സ്വസ്ഥതയും ലഭിക്കും. പുതിയ തൊഴിൽ നേടുവാനുള്ള അവസരം വന്നു ചേരും. തീരുമാനിച്ച കാര്യങ്ങൾ തീരുമാനിച്ച രീതിയിൽ നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് പഠന കാര്യങ്ങളിൽ അവർ പഠിച്ച കാര്യങ്ങളെ പുനർചിന്തനം ചെയ്യുന്നതിനും പുതിയ കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നതിനുമുള്ള അവസരം വന്നു ചേരും. പല വിധത്തിലുള്ള ധനസഹായം വന്നു ചേരും. അത് പല വഴികളിലൂടെയാണ്, മാർഗങ്ങൾ നമുക്ക് ഒന്നൊന്നായി തെളിഞ്ഞു വരും. നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിന് സാധിക്കും. കുടുംബ ഭദ്രത കാത്തു സൂക്ഷിക്കുന്നതിനായി വളരെ നല്ല അധ്വാനം ആവശ്യമാണ്. അധ്വാനത്തിനനുസരിച്ച് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവുകളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അല്പം സമയം കാത്തിരിക്കേണ്ടി വരും. സർക്കാർ ജീവനക്കാർക്ക് പ്രൊമോഷനൊക്കെ കിട്ടും. അതിനൊക്കെയുള്ള ഒരു സമയം ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ അതിനൊക്കെയുള്ള ഒരു തീരുമാനമുണ്ടാകും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനമാനവും പ്രതീക്ഷിക്കാം. ഐശ്വര്യപൂർണമായ ഒരു വിഷുദിനം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് തുലാരാശിക്കാർ അവരുടെ രാശിനാഥയായ മഹാലക്ഷ്മിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. വെള്ളി ആഭരണങ്ങളൊക്കെ സൂക്ഷിച്ചു വയ്ക്കുന്നത് വളരെ നല്ലതാണ്. കഴിയുന്നത് നല്ല വെളുത്തും പിങ്കും നിറത്തിലുള്ള വസ്ത്രമൊക്കെ ധരിച്ച് നെയ്ദീപമൊക്കെ തെളിച്ച് വിഷു പുലരിയിൽ എല്ലാവിധ ഐശ്വര്യത്തിനായി പ്രാർത്ഥിക്കൂ. ദേവി മഹാത്മ്യം പാരായണം ചെയ്യുന്നത്, ലളിതാഷ്ടപതി സഹസ്രനാമമൊക്കെ പാരായണം ചെയ്യുന്നത് ഐശ്വര്യം നിലനിർത്തുന്നതിന് സഹായകമാകും. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക രംഗം അല്പം മധ്യതയിലാണ്. അതായത് കിട്ടാനുള്ള പണം കിട്ടില്ല, എന്നാൽ കുറച്ചായി പണം ഉണ്ടാവും. പണച്ചെലത്തിൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്ന സമയമല്ല, അല്പം പണം ചിലവുകൾ വരുന്ന സമയമാണ്. പണമിടപാട് രംഗത്താണെങ്കിൽ ധനനഷ്ടം വരുവാനുള്ള യോഗവും കാണുന്നു. കൂട്ടുകാരിൽ നിന്നൊക്കെ ചതിവൊക്കെ പറ്റുവാൻ ഇടയുണ്ട്. അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. സ്നേഹിതരെ, ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ അല്ലെങ്കിൽ അടുത്ത സ്നേഹിതരുടെയൊക്കെ വിരഹം ചിലപ്പോൾ താങ്ങേണ്ടതായി വന്നേക്കാം. വാക്ക് പാലിക്കാനായിട്ട് പറ്റാത്തതുകൊണ്ട് അല്പം മനപ്രയാസമൊക്കെ അനുഭവിക്കേണ്ടി വരുമെങ്കിലും വിവാഹാലോചനകളുടെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനം വന്നു തീരുന്നതാണ്. പിന്നെ കോടതിയുടെ പരിഗണനയിലുണ്ടായിരുന്ന കേസുകളൊക്കെ അനുകൂല ഫലത്തിൽ വരും. അതുപോലെ തന്നെ കുറച്ചുകൂടിയൊക്കെ ഐശ്വര്യപൂർണമായിട്ട് വ്യാഴപ്രീതി, അതായത് വ്യാഴം 7ാം ഭാവത്തിൽ നിൽക്കുന്നു എന്നുള്ളതൊരു വലിയ സന്തോഷമായതുകൊണ്ട് തന്നെ തൊഴിലിൽ തടസ്സങ്ങളോ തൊഴിൽ നഷ്ടങ്ങളോ എല്ലാം മാറി ഇണയ്ക്ക് എല്ലാവിധ ഐശ്വര്യവും വന്നു ചേരും. പുതിയ മാർഗങ്ങൾ തെളിഞ്ഞു വരുന്ന സമയമാണ്. ധനത്തിൻ്റെ കുറവ് പരിഹരിക്കുവാനായി ചോറ്റാനിക്കര അമ്മയ്ക്ക് നെയ്ദീപം തെളിച്ച് പ്രാർത്ഥിക്കുന്നത്, ശ്രീകൃഷ്ണ ഭഗവാനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് രാജഗോപാല മന്ത്രം ജപിക്കുന്നതൊക്കെ നന്നായിരിക്കും. അതുപോലെ തന്നെ എല്ലാവിധ ഐശ്വര്യവും നിലനിർത്തി കിട്ടുവാൻ രാശിനാഥയായ ഭദ്രകാളി അമ്മയെ കുടുംബ പരദേവതയൊക്കെ പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സാഹചര്യമാണ് വരുന്നത്. ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവുകൾക്ക് താമസം വരുമെങ്കിലും
സർക്കാർ ജീവനക്കാർക്ക് സ്ഥലമാറ്റമൊക്കെ വരാനുള്ള യോഗം കാണുന്നുണ്ട്. പൊതുവെ ഐശ്വര്യപൂർണമായ വിഷുദിനം വരുന്നതിനായി ആ വിഷുദിനം ഐശ്വര്യപൂർണമായി തീർക്കുന്നതിന് ഭഗവതിയെ കൂടി മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. ഭദ്രകാളിയമ്മയുടെ സഹായത്താൽ എല്ലാം മംഗളമായി തീരും. കുടുംബ പരദേവതയെ മനസ്സിൽ ധ്യാനിച്ച് നെയ്ദീപം തെളിച്ച് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കൂ. എല്ലാ ഐശ്വര്യവും വരും. ഉപാസനാമൂർത്തിയെ കൂടി പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. ധനുക്കൂറ് എന്ന് പറയുമ്പോൾ ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മനോദുഃഖത്തിനുള്ള എല്ലാവിധ കഷ്ടതകളും വിഷമിച്ചിരുന്ന ആ എല്ലാ കഷ്ടതകളും മാറുന്ന ഒരു ദിവസമായിട്ടാണ്. കാരണം എല്ലാവരുടെയും ബന്ധുക്കളുടെ സമാഗമവും അതുപോലെ തന്നെ കുടുംബത്തിൽ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് വിഷു സദ്യയും വിഷുക്കണിയും ഒക്കെ ഒരുക്കുമ്പോൾ കുടുംബ സന്തോഷവും സമാധാനവും അനുഭവിക്കാൻ സാധിക്കും. സ്വന്തം ഇഷ്ടപ്രകാരമുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിൽ നിന്നും പിന്തിരിഞ്ഞ് കൂട്ടത്തോടുകൂടി പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നത് നന്നായിരിക്കും. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് നന്നായിരിക്കും. ധനത്തിൻ്റെ കുറവുകളൊക്കെ പരിഹരിക്കുന്നതിനായി ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കും. അതുപോലെ തന്നെ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ പുതിയ ലോണുകളൊക്കെ കിട്ടാനുള്ള സാധ്യതകൾ വന്നു ചേരുന്നതാണ്. കടബാധ്യതകൾ കുറേശ്ശെ തീർക്കാൻ പറ്റും. അപ്രതീക്ഷിതമായ സുഹൃത്ത് പ്രവർത്തനങ്ങൾ വഴി നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. പുതിയ വാഹനം വാങ്ങുന്നതിനെ കുറിച്ചൊക്കെ ആലോചന ഉണ്ടാവും. സന്താനങ്ങളെ കൊണ്ട് അവരുടെ സൽകീർത്തി അനുഭവിക്കാൻ സാധിക്കും. മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങൾ പുനരാരംഭിക്കുന്നതിനുള്ള സമയം വരും. രോഗദുരിതങ്ങളൊക്കെ ശമിച്ചു തുടങ്ങും. ധനാഗമ മാർഗങ്ങൾ പെട്ടെന്ന് വന്നു ചേരുന്നതാണ്. അപ്രതീക്ഷിതമായി ലോട്ടറി ഭാഗ്യമൊക്കെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവുകൾ ലഭിക്കുന്നതിനുള്ള സാധ്യതയും വന്നു ചേരുന്നു. പൊതുവെ പറഞ്ഞാൽ കഷ്ടതകൾ ധാരാളം അനുഭവിച്ച ഇക്കൂട്ടർക്ക് മനസ്സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സർവ്വ ഐശ്വര്യത്തിൻ്റെയും ഒരു ദിനം ആയിരിക്കും ഈ വിഷുനാൾ. മഹാവിഷ്ണു രാശിനാഥനായ മഹാവിഷ്ണുവിനെയും മഹാലക്ഷ്മിയെയും കുടുംബപരദേവതയും പ്രാർത്ഥിക്കൂ. എല്ലാം മംഗളമായി ഭവിക്കും. മകരൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. കുടുംബത്തിൽ അസ്വാസ്ഥ്യങ്ങളെല്ലാം മാറി സ്വസ്ഥവും സമാധാനപരമായ അന്തരീക്ഷം ഉണ്ടാകും. ബന്ധുജന ഗുണമുണ്ടാകും. സന്താനങ്ങൾക്ക് കൊണ്ട് സൽകീർത്തി, അവരുടെ സൽപ്രവൃത്തികൾ ആദരിക്കപ്പെടും. സന്താനങ്ങളുടെ വിവാഹാലോചനകൾ നടന്നു കിട്ടുവാൻ യോഗം കാണുന്നു. തീർത്ഥാടനത്തിനുള്ള അവസരം വന്നു ചേരും. കാര്യതടസ്സങ്ങളെല്ലാം മാറി സന്തോഷവും സമാധാനവും അനുഭവിക്കാൻ സാധിക്കും. വിവാഹാലോചനകളൊക്കെ തീരുമാനങ്ങളിലേക്ക് എത്തുന്ന സമയമാണ്. യാത്രാവേളകളിൽ സാമ്പത്തിക നേട്ടം വന്നു ചേരും. പ്രത്യേകിച്ചും പുതിയ തൊഴിലുകൾ സ്വന്തം നിലയിൽ തുടങ്ങാൻ ആയിട്ട് ആലോചിക്കുന്നതും ആ ആലോചനയിൽ വിജയിക്കുന്നതുമാണ്. തൊഴിൽ രംഗത്ത് അപവാദ പ്രചരണങ്ങളൊക്കെ ഉണ്ടാകും. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള മാർഗം കാണുന്നു. വിദ്യാർത്ഥികൾക്ക് ഈ മാസം മുഴുവൻ അനുകൂല സാഹചര്യമാണ്. ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവുകൾ ലഭിക്കുന്നതാണ്. സർക്കാർ ജീവനക്കാർക്ക് ശിക്ഷണ നടപടികളെയൊക്കെ നേരിടേണ്ടതായ സാഹചര്യം വരുമെങ്കിലും മനസ്സറിഞ്ഞ് ദുർഗാദേവിയെ പ്രാർത്ഥിക്കുകയും രാശിനാഥനായ ശനീശ്വരനെ, അതായത് വിഷ്ണുമായ സ്വാമിയൊക്കെ പ്രാർത്ഥിച്ച കരിങ്കുട്ടിയമ്മൂർത്തിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം മംഗളമായി വരും. ഹനുമാൻ സ്വാമിയും കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ സർവ്വ ഐശ്വര്യങ്ങളും നിലനിന്ന് കിട്ടുന്നതാണ്. ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ശ്രീകൃഷ്ണ ഭഗവാന്റെയും മഹാലക്ഷ്മിയുടെയും സർവ്വ ഐശ്വര്യങ്ങളും അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വിഷു ഏറ്റവും ഐശ്വര്യപൂർണമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. കുംഭക്കൂറ് എന്ന് പറയുമ്പോൾ അവർക്ക് കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരുന്ന ദിവസമാണ്. ക്രയവിക്രയ രംഗത്ത് ധനലാഭം പ്രതീക്ഷിക്കാം. പൊതുജന മധ്യത്തിൽ ശോഭിക്കുവാനുള്ള അവസരം വന്നു ചേരും. ഗൃഹത്തിൽ ബന്ധുജന സമാഗമം ഉണ്ടാകും. പുതിയ വാഹനം വാങ്ങുന്നതിനെ കുറിച്ച് ആലോചന ഉണ്ടാവും. സന്താനങ്ങൾക്ക് അല്പം കഷ്ടതകൾ വരുമെങ്കിലും അതൊക്കെ അതിജീവിച്ച് സർവ്വ സന്തോഷവും അനുഭവിക്കാനുള്ള സാഹചര്യം അമ്മ നൽകുന്നതാണ്. വിവാഹാലോചനകൾക്ക് അല്പം കാത്തിരിക്കേണ്ടതായി വരും. മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങളൊക്കെ പുനരെടുക്കുന്നതിനുള്ള യോഗം വരും. അതുപോലെ തന്നെ
പുതിയ തൊഴിലിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ വിജയിക്കും. ബുദ്ധിശൂന്യമായ പ്രവൃത്തികളോട് അല്പം ധനനിഷ്ടം വരുമെങ്കിലും വളരെ സന്തോഷത്തോടുകൂടി അമ്മയെ പ്രാർത്ഥിക്കുമ്പോൾ ദുർഗാദേവിയുടെ അനുഗ്രഹത്താൽ, മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹത്താൽ, ശ്രീകൃഷ്ണ ഭഗവാനും സ്വാമിയുമൊക്കെ അനുഗ്രഹിച്ച് ദിവസം ഐശ്വര്യപൂർണമായി തീരുന്നതാണ്. ഈ വിഷു ഒരു പുതിയ മാറ്റത്തിൻ്റെ തുടക്കമായി തീരുന്നതാണ്. മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അല്പസ്വല്പം സാമ്പത്തിക നില മെച്ചപ്പെടുത്താനായി സാധിക്കും. കുടുംബത്തിലെ സ്വസ്ഥത വീണ്ടെടുക്കുന്നതിന് സാധിക്കും. സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നതിലപ്പുറം ലഭിക്കുവാനുള്ള യോഗം കാണുന്നു. വിനോദയാത്രകൾക്കൊക്കെ ഒരു അവസരം വന്നു ചേരുകയാണ്. ബന്ധുജനഗണം ഉണ്ടാകും. വാഹനവുമായി സംബന്ധിച്ച് അല്പം പണച്ചിലവുകൾ വരും. ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും. അതുപോലെ ഉദര സംബന്ധമായ അല്പം പ്രശ്നങ്ങളെ അതിജീവിക്കേണ്ടതായി വരും. പൊതുജനങ്ങളുമായി അഭിപ്രായ ഐക്യത്തിൽ വന്നു ചേരും. പൊതുവേദികളിൽ ആദരിക്കപ്പെടും. യാത്രാവേളകൾ സന്തോഷപൂർണമാകും. തീർത്ഥാടനത്തിനൊക്കെ അവസരം സംജാതമാകുന്നതാണ്. തൊഴിൽ രംഗത്ത് അസ്വസ്ഥതകളൊക്കെ മാറി സന്തോഷവും സമാധാനവും നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവുകൾ പ്രതീക്ഷിച്ചിരുന്നവർക്ക് അതിനുള്ള സാഹചര്യവും വന്നു ചേരും. ഈ പുതുവർഷം, അതായത് മേടം 1-ാം തീയതി സർവ്വവിധ ഐശ്വര്യങ്ങളും എല്ലാവിധ സന്തോഷം അനുഭവിച്ച് വിഷു ഒരു നല്ല കൈനീട്ടം, സമ്പൽ സമൃദ്ധമായ ഒരു വിഷുവായി തീരട്ടെ. വിഷു കൈനീട്ടം ധാരാളം ലഭിക്കട്ടെ. അതുപോലെ ധാരാളം കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സന്തോഷപൂർണമായ ഒരു വർഷം കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. 27 നക്ഷത്രക്കാർക്കും ഈ 2025 ഏപ്രിൽ 14-ാം തീയതി ഒരു പുതിയ ജീവിതത്തിൻ്റെ തുടക്കം ആവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ നന്മയും എന്നെന്നും നിലനിൽക്കട്ടെ. കുടുംബ പരദേവതയുടെയും ശ്രീകൃഷ്ണ ഭഗവാന്റെയും കാളിയമ്മയുടെയും മഹാലക്ഷ്മിയുടെയൊക്കെ അനുഗ്രഹത്തോടെ എല്ലാം മംഗളമായി തീരും. നന്ദി, നമസ്കാരം.